ഇന്നത്തെ ക്ലാസ് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഷംസീറ യെസ്. Okay, what are the basic constituents of the cytoplasm? What are the basic constituents of the cytoplasm? ഷംസീറ കേൾക്കുന്നില്ല. ഉണ്ട്, പറ. സൈറ്റോപ്ലാസത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാന്ന് പറ. സാച്ചുറേറ്റഡോ? പഠിച്ചില്ലായിരുന്നോ? സ്ട്രക്ചറൽ പ്രോട്ടീൻ ആൻഡ് ഫങ്ഷണൽ പ്രോട്ടീൻ. ഓക്കെ, എനിക്ക് മ്യൂട്ട് ചെയ്തോ. ജംസിയ PA. ന്യൂക്ലിയസ് പറ. ഇന്റേണൽ ഓർഗനൈസേഷന്റെ ന്യൂക്ലിയസ് പറ. ഓക്കെ, ജെറിൻ. ഓർഗനല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, മഞ്ജിമ. What do you mean by eukaryotes? Okay, example. Okay, who is that? Muhammad Fasil. Muhammad Fasil. No response. Nadia Nasrin. Okay, prokaryotes എന്ന് പറഞ്ഞാൽ എന്താ? എക്സാമ്പിൾ എന്താ? ഓക്കെ, അനുജൻസ്. Okay, what are the organelles? List out. Okay. 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 Then വായിച്ചു നോക്കിയായിരുന്നു എന്നറിയാ. അനു നോക്കിയായിരുന്നോ? വൈ? What is the reason? അനു മ്യൂട്ട് ചെയ്തോ? അനു മ്യൂട്ട് ചെയ്തോ? അസ്ന എണ്ണം. No response. Glasin Mary. മ്യൂട്ട് ചെയ്തോ? റെനി മരിയ ജോസഫ്. റെനി മരിയ. റെനി കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഓർഗനൽസ് ലിസ്റ്റ് ഔട്ട് ചെയ്. ഓക്കെ,
മ്യൂട്ട് ചെയ്തോ? സൂര്യസുനിൽ, സൂര്യസുനിൽ, സിയ ജോണി, സിയ ജോണി, സാന്ദ്ര അച്ചു. ഓക്കെ, ഓർഗനൈസേഴ്സ് എന്ന് ലിസ്റ്റ് ഇട്ട് വായിച്ചു വിട്. കേൾക്കുന്നുണ്ടോ? ഓക്കെ, എനിക്ക് മ്യൂട്ട് ചെയ്തോ? അദൃശ്യ പ്രകാശ്, അദൃശ്യ, നോ റെസ്പോൺസ്. അഖിൽ ജയ്മാൻ, അഖിൽ ജയ്മാൻ, നോ റെസ്പോൺസ്. അൽഫോൻസോ സി വി, അൽഫോൻസോ സി വി, അമൽ ഷാദ്, അമൽ ഷാദ്. ഓക്കെ, ഓർഗനൈസേഴ്സ് ഒന്ന് വായിച്ചു വിടുക 16. ഓക്കെ ഓക്കെ, ഗോൾഡി എത്താർക്ക്. ഓക്കെ 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 ഓക്കെ, ഗുഡ്. ഓക്കെ, ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചത് നിങ്ങൾക്ക് ആ വേർഡ്സ് ഒക്കെ കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അതിന് പലരും അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾ റെസ്പോൺസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുക. ഓക്കെ ഓക്കെ, ഇന്നലെ സെൽ മെംബ്രെയിൻ പഠിപ്പിച്ചായിരുന്നു. അപർണ AS, അപർണ AS. ഓക്കെ, സെൽ മെംബ്രെയിൻ പറ. ഓക്കെ, ഫങ്ഷൻ എന്താ? ഓക്കെ, ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്ത. ഓക്കെ, നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ക്ലാസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ടോപ്പിക്കിലോട്ട് പോവാണ്. സെക്കൻഡ് കമ്പോണന്റ് ന്യൂക്ലിയസ്. സെക്കൻഡ് കമ്പോണന്റ് ന്യൂക്ലിയസ്. Okay, in that structure, subheading structure. Okay, in that the nucleus is sphere that contains another sphere called nucleus. അതായത് ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഒരു ഷേപ്പ് എന്താണെന്നാണ് പറയുന്നത്? സ്ഫിയർ ഷേപ്പ് ആണ്. സ്ഫിയർ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻസ് റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഗോളാകൃതി ആണ്. ഓക്കെ, ന്യൂക്ലിയസിന് ഒരു ഗോളാകൃതിയാണ് അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ്. സ്ഫിയർ എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പ്. ഓക്കെ, ദാറ്റ് കണ്ടെയ്ൻസ് അനദർ സ്ഫിയർ. അതായത് ഈ സ്ഫിയറിന്റെ ഉള്ളിൽ തന്നെ വേറൊരു സ്ഫിയറും കൂടി ഉണ്ട്. മീൻസ് ഈ ഗോളത്തിന്റെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ഈ റൗണ്ടിന്റെ ഉള്ളിൽ തന്നെ വേറൊരു റൗണ്ടും കൂടി വരുന്നുണ്ട്. ആ റൗണ്ടിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോലസ്. നിങ്ങൾ ഓൾറെഡി നോട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, സ്ട്രക്ചർ ക്ലിയർ ആയോ? എന്നോട് പറയാം. ദ ന്യൂക്ലിയസ് ഈസ് സ്ഫിയർ ദാറ്റ് കണ്ടെയ്ൻസ് അനദർ സ്ഫിയർ കോൾഡ് ന്യൂക്ലിയോലസ്. അതായത് ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഫിയർ ഷേപ്പ് ആണ്. മീൻസ് ഒരു ഗോളാകൃതിയാണ് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് ആണ്. അതിന്റെ ഉള്ളിൽ തന്നെ വേറൊരു സ്ഫിയർ കൂടി മീൻസ് വേറൊരു റൗണ്ടും കൂടി വരുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോലസ്. ഇസ് ഇറ്റ് ക്ലിയർ? Okay, next function. Okay, in that first one, storage center of cells DNA. Already നമ്മൾ internal organization പറഞ്ഞായിരുന്നു. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്? DNA കാണപ്പെടുന്നത്. ഓക്കെ, അതായത് കോശത്തിലെ DNA-യുടെ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയസ് ആണ്. കോശത്തിലെ DNA-യുടെ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയസ് ആണ്.
ഓക്കെ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ് സെൽ ഫങ്ഷൻസ്. ഓൾറെഡി ഡി എൻ ഉള്ളതുകൊണ്ട് തന്നെ ഡി എൻ ആണ് സെൽ ആക്ടിവിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചായിരുന്നു. സെയിം തന്നെ, അതായത് സെൽ ഫങ്ഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നു. ഓക്കെ, കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ? ഓക്കെ, ഒന്നുകൂടി പറയണം. ഓക്കെ, സെക്കൻഡ് കമ്പോണന്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയസ് ആണ്. ഇൻ ദാറ്റ് സ്ട്രക്ചർ, ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ ആണ് ആദ്യം പറഞ്ഞത്. മീൻസ് ഷേപ്പ് അല്ലെങ്കിൽ അതിന്റെ ആകൃതിയാണ് പറയുന്നത്. ദി ന്യൂക്ലിയസ് ഈസ് സ്ഫിയർ, അതായത് ഒരു റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഗോളാകൃതിയാണ്. ദാറ്റ് കണ്ടെയ്ൻസ് അനദർ സ്ഫിയർ, മീൻസ് ഈ ഗോളാകൃതിക്കുള്ളിൽ അല്ലെങ്കിൽ ഈ റൗണ്ട് ഷേപ്പിനുള്ളിൽ തന്നെ വേറൊരു സ്ഫിയർ കൂടി വരുന്നുണ്ട് അല്ലെങ്കിൽ വേറൊരു ഗോളവും കൂടി വരുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോലസ്. ഓക്കെ, ദെൻ ഇതിന്റെ ഫംഗ്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റോറേജ് സെന്റർ ഓഫ് സെൽസ് ഡി എൻ എ, അതായത് കോശത്തിന്റെ ഡി എൻ എ സ്റ്റോർ ചെയ്യുന്ന കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയസ് ആണ്. കോശത്തിലെ ഡി എൻ എയുടെ സ്റ്റോറേജ് സെന്റർ, അതായത് കോശത്തിലെ ഡി എൻ എ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്ന കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ന്യൂക്ലിയസ് ആണ്. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ് സെൽ ഫങ്ഷൻസ്. മാനേജ് സെൽ ഫങ്ഷൻസ്, അതായത് കോശത്തിന്റെ പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നു. Is it clear? Okay. Then third component, മൂന്നാമത്തെ ഘടകം സെൽ വാൾ ആണ്. Okay, in that structure, rigid wall made up of cellulose, proteins and carbohydrates. അതായത് സെൽ വാളിന്റെ സ്ട്രക്ചർ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിജിഡ് വാളാണ്. മീൻസ് റിജിഡ് എന്ന് പറഞ്ഞാൽ കട്ടി കൂടിയിട്ടുള്ളൊരു ഭിത്തിയാണ്. ഓക്കെ, കട്ടി കൂടിയൊരു ഭിത്തിയാണ്. ഓക്കെ, ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെല്ലുലോസ്, പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്, അങ്ങനെ 3 ഘടകങ്ങൾ കൊണ്ടാണ് ഈ കട്ടിയുള്ള വാള് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊരു കട്ടിയുള്ള വാളാണ്. ഇസ് ഇറ്റ് ക്ലിയർ? സ്ട്രക്ചർ ക്ലിയർ ആയോ? ഓക്കെ, അതായത് സ്ട്രക്ചർ എന്നുണ്ടെങ്കിൽ റിജിഡ് വാൾ മേഡ് അപ്പ് ഓഫ് സെല്ലുലോസ്, പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. സെൽ വാളിന്റെ സ്ട്രക്ചർ ഇതൊരു കട്ടി കൂടിയ വാളാണ്. വാൾ എന്ന് പറഞ്ഞാൽ ഭിത്തി, കട്ടി കൂടിയ ഒരു ഭിത്തിയാണ്. മീൻസ് സെൽ വാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോശഭിത്തിയാണ്. ഓക്കെ, മലയാളത്തിൽ സെൽ വാൾ എന്ന് പറഞ്ഞാൽ കോശഭിത്തിയാണ്. ഓക്കെ, സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിജിഡ് വാളാണ്. മീൻസ് കട്ടി കൂടിയ ഒരു ഭിത്തിയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കട്ടി കൂടിയ വാളിൽ എന്തൊക്കെ ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെ ഘടകങ്ങൾ കൊണ്ടാണ്? സെല്ലുലോസ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അങ്ങനെ ഈ 3 ഘടകങ്ങൾ കൊണ്ടാണ് ഈ റിജിഡ് വാള് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സെൽ വാള് നിർമ്മിച്ചിരിക്കുന്നത്. Is it clear? Okay, next function. Okay, in that boundary around the plant cell outside of the cell membrane that provides structure and support. Okay, boundary around the plant cell, അതായത് plant cell ഒരു ബൗണ്ടറി ആയിട്ടാണ് നിലകൊള്ളുന്നത്. ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഒരു അതിരായിട്ട് നിലകൊള്ളുകയാണ്. ഔട്ട്സൈഡ് ഓഫ് ദ സെൽ മെംബ്രെയിൻ ദാറ്റ് പ്രൊവൈഡ് സ്ട്രക്ചർ ആൻഡ് സപ്പോർട്ട്. കോശത്തിന് പുറത്ത് ഇതിനൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നൽകുന്നതും ഈ സെൽ വാളാണ്. ഓക്കെ, അതായത് കോശത്തിന് പുറത്തുള്ള ഈ സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ നിലനിർത്താനും അതിനെ സപ്പോർട്ട് ചെയ്യാൻ മീൻസ് താങ്ങി നിർത്താൻ, അത് മീൻസ് സെൽ മെംബ്രെയിന്റെ എന്താ പറയാ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അതിനെ താങ്ങി നിർത്താനും സഹായിക്കുന്നത് ഈ സെൽ വാളാണ് അല്ലെങ്കിൽ ഈ കോശ ഭിത്തിയാണ്. ഒന്നുകൂടി പറയാം, ഫംഗ്ഷൻ ബൗണ്ടറി അറൌണ്ട് ദ പ്ലാന്റ് സെല്ല്, അതായത് പ്ലാന്റ് സെല്ലിൽ ഒരു ബൗണ്ടറി ആയിട്ട് നിലകൊള്ളുകയാണ്. മീൻസ് ഒരു അതിരായിട്ട് നിലകൊള്ളുകയാണ്. ഔട്ട്സൈഡ് ഓഫ് ദ സെൽ മെംബ്രെയിൻ മീൻസ് ഓൾറെഡി നമ്മൾ സെൽ മെംബ്രെയിൻ പഠിച്ചു. ആ സെൽ മെംബ്രെയിന് പുറത്ത് ഇതെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചർ മീൻസ് ഈ സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ നിലനിർത്താൻ മീൻസ് അതിന്റെ രൂപം നിലനിർത്താനും അത് അല്ലെങ്കിൽ അതിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. അതുകൂടാതെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു മീൻസ് അതിനെ താങ്ങി നിർത്താനും സഹായിക്കുന്നു. Is it clear? Clear ആയോ? Okay. Okay, fourth one, cytoplasm. Okay, in that structure, gelatin-like fluid that lies inside the cell membrane. Cytoplasm എന്നുണ്ടെങ്കിൽ ഒരു gelatin-like fluid ആണ്. Gelatin-like എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ജെല്ലിന്റെ സ്ട്രക്ചർ ഇല്ലേ? ജെൽ എല്ലാവർക്കും അറിയാം? Give response. അറിയാം? അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം.
ജെല്ലിന്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയില്ലേ? അറിയാത്ത ആരും ഇല്ല? ഓക്കെ. അപ്പൊ ഇതൊരു ജെലാറ്റിൻ ലൈക്ക് ഫ്ലൂയിഡ് ആണ്, മീൻസ് ജെല്ലി പോലെയുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ദ്രാവകമാണ്. ഓക്കെ, ജെല്ലി പോലെയുള്ള ഒരു ദ്രാവകമാണ്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ദാറ്റ് ലൈസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ. ഇത് സെൽ മെംബ്രെയിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതായത് ജെല്ല് പോലെ സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഷേപ്പ് അല്ലെങ്കിൽ അതിന്റെ ആകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ജെൽ ലൈക്ക്, ജെലാറ്റിൻ ലൈക്ക്, ജെലാറ്റിൻ എന്ന് പറഞ്ഞാൽ ജെല്ല് പോലെയുള്ള ഒരു ദ്രാവകമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് സെൽ മെംബ്രെയിന്റെ ഉള്ളിലാണ്. ക്ലിയർ ആയോ? ആരത്? ജെൽ എന്താ ഇപ്പൊ പറയാ, ജെല്ല് നിങ്ങൾക്ക് അറിയില്ല മീൻസ് ജെൻസ് തലയിൽ തേക്കുന്ന ജെൽ അറിയോ? കണ്ടിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, അത് തന്നെ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അതാണ് ജെല്ലി സ്ട്രക്ചർ. ഓക്കെ ഓക്കെ, ഇപ്പൊ സ്ട്രക്ചർ ക്ലിയർ ആയോ? സൈറ്റോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ക്ലിയർ ആയോ? അൻസിഫാനോ? സെൽ മെമ്പറൈന്റെ ഉള്ളില് ഫസ്റ്റ് കമ്പോണന്റ് ഇല്ലേ, സെൽ മെമ്പറൈൻ, ആ സെൽ മെമ്പറൈന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഫങ്ഷൻ നോക്കാം. Okay, function contains salts, minerals and organic molecules. It surrounds the organelles. Okay, അതായത് ഈ ഫ്ലൂയിഡിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൾട്ട് ഉണ്ട്, മീൻസ് ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞത് ജെലാറ്റിൻ ലൈക്ക് ഫ്ലൂയിഡ് ആണ്, മീൻസ് ദ്രാവക രൂപത്തിലുള്ള ഒരു സ്ട്രക്ചർ ആണ്. സോ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? സാൾട്ട്സ് ഉണ്ട്, മിനറൽസ് ഉണ്ട് ആൻഡ് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ട്. മീൻസ് ഇതെല്ലാം ന്യൂട്രീഷൻ, എന്താ പറയാ, പോഷകാംശങ്ങൾ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, ഇറ്റ് സറൗണ്ട്സ് ദ ഓർഗനൽസ്. ഇതെല്ലാം ഈ ഓർഗനൽസിനെ ചുറ്റിപ്പറ്റി കാണപ്പെടുന്നു. ഓർഗനൽസ് എന്ന് പറഞ്ഞാൽ ഈ 16 ഓർഗനൽസിനെയൊക്കെ ചുറ്റിപ്പറ്റി കാണപ്പെടുന്നു. മീൻസ് പോഷകം കൊടുക്കാൻ സഹായിക്കുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലോട്ടാണ് എത്തുന്നത്. ഒന്നുകൂടി പറയാം, ഫംഗ്ഷൻ ഇറ്റ് കണ്ടെയ്ൻ സാൾട്ട്സ്, മിനറൽസ് ആൻഡ് ഓർഗാനിക് മോളിക്യൂൾസ്. ഇറ്റ് സറൗണ്ട്സ് ദ ഓർഗനൽസ്. ആരാ വീഡിയോ അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നത്? Please mute your videos and audios. Okay, function clear ആയോ? ഒന്നുകൂടി പറയാം. അതായത് ഫംഗ്ഷൻ ഇറ്റ് കണ്ടെയ്ൻസ് സാൾട്ട്സ്, മിനറൽസ്, ഓർഗാനിക് മോളിക്യൂൾസ്. ഇറ്റ് സറൗണ്ട്സ് ദ ഓർഗനൽസ്. അതായത് സാൾട്ട്സും മിനറൽസും ഓർഗാനിക് മോളിക്യൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോഷകാംശം അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ്. ഓക്കെ, അതായത് ജൈവിക, ഓർഗാനിക് മോളിക്യൂൾസ് എന്നൊക്കെ പറഞ്ഞാൽ ജൈവികമായ തന്മാത്രകള്, മിനറൽസ് എന്ന് പറഞ്ഞാൽ ധാതുക്കള്. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ പഠിക്കാം. ഓക്കെ, സാൾട്ട്സ്, മിനറൽസ് ആൻഡ് ഓർഗാനിക് മോളിക്യൂൾസ്. ഈ ഘടകങ്ങളിലെല്ലാം എന്തുണ്ട്? ന്യൂട്രീഷൻ ഉണ്ട്, അല്ലെങ്കിൽ പോഷകാംശം ഉണ്ട്. ഓക്കെ, ഇത് എന്തിനെ ചുറ്റിയാണ് കാണപ്പെടുന്നത്? മീൻസ് ഈ ഓർഗനൽസിനെ എല്ലാം ചുറ്റി, മീൻസ് മൈറ്റോകോൺട്രിയ, റൈബോസോം, ഇതിനെല്ലാം ചുറ്റി കാണപ്പെടുന്നു. മീൻസ് ഇതിനെല്ലാം പോഷകം നൽകുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അർത്ഥമാണ്. ഇസ് ഇറ്റ് ക്ലിയർ? Okay. Okay, next fifth one, cytoskeleton. Fifth one, cytoskeleton. Okay, in that structure, a network of thin fibrous elements made up of microtubules and microfilaments. Okay, cytoskeleton structure എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? A network of thin fibrous elements. അതായത് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ശൃംഖല പോലെ കാണപ്പെടുന്ന കട്ടി കുറഞ്ഞ ഒരു നാര്, മീൻസ് ഫൈബ്രസ് എന്ന് പറഞ്ഞാൽ നാരുകൾ, തിൻ എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ, മീൻസ് നേർത്ത. ഓക്കെ, അതായത് നേർത്ത നാരുകൾ പോലെ കാണപ്പെടുന്നു. അത് കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ശൃംഖല പോലെ കാണപ്പെടുന്നു. അതുപോലുള്ള ഘടകങ്ങളാണ്. ഇസ് ഇറ്റ് ക്ലിയർ? Then made up of microtubules and microfilaments. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മൈക്രോട്യൂബ്യൂൾസും മൈക്രോഫിലമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ ഘടകങ്ങൾ കൊണ്ടാണ്. ഒന്നുകൂടി പറയാം സ്ട്രക്ചർ. അതായത് സൈറ്റോസ്കെലിറ്റന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശൃംഖല പോലെയാണ് കാണപ്പെടുന്നത്. അതായത് നേർത്ത നാരുകൾ കൊണ്ടുള്ള ഘടകങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ. ഓക്കെ, അതായത് ഫൈബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരുകൾ, തിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേർത്ത. ഓക്കെ, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ശൃംഖല പോലെ. ഓക്കെ, അതായത് ഒരു ശൃംഖല പോലെ കാണപ്പെടുന്നു.
അതിൽ എന്താണ് നാരുകളാണ് മീൻസ് നേർത്ത നാരുകൾ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ നാരുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെ പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ ട്യൂബ്യൂൾസും മൈക്രോ ഫിലമെന്റ്സും ആണ്. ഓക്കെ, ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ച ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ ട്യൂബ്യൂൾസ് ആൻഡ് മൈക്രോ ഫിലമെന്റ്സ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? Give response. Okay. Next function. Okay, in that നോട്ട് തന്നിട്ടില്ല. ഓക്കെ, ഇന്ന് തരാം. ഓക്കെ okay, function in that first point, act as a support system for organelles. Act as a support system for organelles. അതായത് ഓർഗനൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിട്ട് നിലകൊള്ളുന്നു. ഓക്കെ, ആക്ട് ചെയ്യുന്നു. അതായത് ഓർഗനൽസിനെ മീൻസ് ഓർഗനൽസിന്റെ മൈറ്റോകോൺട്രിയ, റൈബോസോം ഇങ്ങനെയുള്ള ഈ ഓർഗനൽസിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കുന്നു. അതായത് താങ്ങി നിർത്തുന്ന ഒരു സിസ്റ്റം ആയിട്ട് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നു. ഒന്നാമത്തെ ഫംഗ്ഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, രണ്ടാമത്തെ ഫംഗ്ഷൻ മെയിൻറ്റെയിൻസ് സെൽ ഷേപ്പ്. മെയിൻറ്റെയിൻസ് സെൽ ഷേപ്പ് അതായത് കോശത്തിന്റെ ഷേപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ കോശത്തിന്റെ ഷേപ്പ് നിലനിർത്താൻ സഹായിക്കുന്നു. കോശത്തിന്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയേ? ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. അഗിത രാജേഷ്. ഓക്കെ, ന്യൂക്ലിയസിന്റെ സ്ട്രക്ചർ പറ. ന്യൂക്ലിയോലസ് എന്താ മനസ്സിലായത് പറ. കട്ടി കൂടിയ ഭിത്തിയാണോ? സ്ഫിയർ എന്ന് പറഞ്ഞ എന്താ, എന്ത് ഷേപ്പാ? ഓക്കെ, ഓക്കെ ഓക്കെ, മ്യൂട്ട് ചെയ്തോ. അമീഷ സാജൻ. അമീഷ സാജൻ. ഓക്കെ, ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ പറ. അമീഷ ഏതാ പറയുന്നേ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ പറ. ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ പറ. ധർമ്മം. അറിയോ? ക്ലിയർ ആയിട്ടാ? പൈ. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. അമൃത എം എസ്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. അൻഷിന അഷ്റഫ്. അൻഷിന അഷ്റഫ്. No response. അരുണ്യ ഇ ബി. ഓക്കെ, ന്യൂക്ലിയസിന്റെ ഫംഗ്ഷൻ പറ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തു. അസ്നത്ത് സി കെ. അസ്നത്ത് സി കെ. ഓക്കെ, സെൽവാളിന്റെ സ്ട്രക്ചർ പറ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, മ്യൂട്ട് ചെയ്തു.
ജസ്മി ജെയ്സൺ, കിരൺ, no response. Megal Isaac. Okay, what is the function of cell wall? What is the function of cell wall? Cell wall ന്റെ ധർമ്മം പറ. Okay, mute ചെയ്തു. Okay, മുഹമ്മദ് ഫാസിൽ. Okay, സൈറ്റോപ്ലാസത്തിന്റെ സ്ട്രക്ചർ പറ. Okay. Okay, okay, good. Nasira Nasi. Okay, what is the function of cytoplasm? Okay. എന്തിനെയാണ് ചുറ്റി കാണപ്പെടുന്നത്? Okay. Who's that? Pachu? No response. Sandeep KB. എനിക്ക് സൈറ്റോസ്കെൽട്ടന്റെ സ്ട്രക്ചർ പറ. Then okay. Okay, good. Shibila Nasrin. Sunita Jain. Okay, what is the function of cytoskeleton? Okay. Okay, very good. ഇത് നിങ്ങൾക്ക് ഇന്നത്തെ സെക്ഷൻ ക്ലിയർ ആയോ? Give response. Clear ആയി. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ അന്ന് എടുത്ത എക്യുപ്മെന്റ്സ് ഇല്ലേ, 6 എക്യുപ്മെന്റ്സ് എടുത്തില്ലേ, 6 എക്യുപ്മെന്റ്സിന്റെ എക്സാം മൺഡേ ഉണ്ടായിരിക്കും. എക്സാം നടത്തുന്നത് ഓൾറെഡി പറഞ്ഞു 2 സെക്ഷൻ ആയിട്ടായിരിക്കും. മീൻസ് കൽപ്പറ്റ സ്റ്റുഡൻസിനും MLT സ്റ്റുഡൻസിനും വേറെ ദിവസങ്ങളിൽ നടത്തും. ഓക്കെ, ടൈം സെയിം തന്നെ. ഓക്കെ, മൺഡേ കൽപ്പറ്റ സ്റ്റുഡൻസിന് നടത്താം. ഓക്കെ, മൺഡേ കൽപ്പറ്റ സ്റ്റുഡൻസിന് എക്സാം നടത്തും. ഓക്കെ, ട്യൂസ്ഡേ 5ാം മൈൽ സ്റ്റുഡൻസ് മീൻസ് മാനന്തവാടി സ്റ്റുഡൻസിന് എക്സാം നടത്തും. ക്ലിയർ ആയോ? എല്ലാവരും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ? മീൻസ് MLT 5ാം മൈൽ ദെൻ കൽപ്പറ്റ ഗ്രൂപ്പ്. ഓക്കെ, അപ്പം മൺഡേ കൽപ്പറ്റ സ്റ്റുഡൻസിന്, ട്യൂസ്ഡേ 5ാം മൈൽ സ്റ്റുഡൻസിന്. ക്ലിയർ ആയോ? എക്സാമിന്റെ പാറ്റേൺ ഒക്കെ നമ്മൾ കഴിഞ്ഞ നടത്തിയ പോലെ തന്നെ സെയിം പാറ്റേൺ. ഓക്കെ, മീൻസ് വീഡിയോയോ ഓഡിയോയോ അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറയുന്ന ആ ഒരു പാറ്റേൺ തന്നെ. ഇസ് ഇറ്റ് ക്ലിയർ? പുതുതായിട്ട് ജോയിൻ ചെയ്തവരോടും കൂടി പറയുകയാണ്. അതായത് എന്താ പറയുക, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഓഡിയോയും വീഡിയോയും അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ പറയാം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പം നാളെ വരുമ്പോൾ ഈ അടുത്ത ക്ലാസ് പഠിച്ചിട്ട് വരാം. ഓക്കെ, നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ലീവായിരുന്നു, അപ്പോൾ അതിന് പകരം സാറ്റർഡേ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നാളെ സ്പെഷ്യൽ ക്ലാസ് ആണ്. ഓക്കെ, എല്ലാവരും അറ്റൻഡ് ചെയ്യാം.
സെയിം ടൈം തന്നെ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പോൾ താങ്ക് യു.